ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ബീഫ് കറി റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് കറി പൗഡർ, പെപ്പർ പൗഡർ, മുളക് പൊടി എന്നിവ ഞാൻ ഒന്നിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കൊച്ചുള്ളി എന്നിവ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശേഷം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസൃതമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു കുഞ്ഞു തക്കാളിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറുതീയിലിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബീഫ് വേവാൻ ആവശ്യമായി വിസിലടുപ്പിക്കാം. ഇത് താളിച്ചൊഴിക്കുന്നതിൽ ഞാൻ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. സ്വാദിഷ്ടമായ ബീഫ്